വേദിയിലെ ബഹുമാന്യ നേതാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ബഹുമാന്യനായ PK ഫിറോസ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 10 വർഷവും 19 ദിവസമായി നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ട് ഇന്ന് രാവിലെ 8 മണിക്ക് വാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ മെമ്പർഷിപ്പ് തന്ന് എന്നെ അനുഗ്രഹിച്ചപ്പോൾ സ്വർഗത്തിലെത്തിയൊരു സുഖം കാണുന്നുണ്ട്. മറ്റേതിൻ്റെ അർത്ഥം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ജീവനോടെ ഉമർമാഷി സൂചിപ്പിച്ചതുപോലെ മഹാഭൂരിപക്ഷത്തിന് PK ഫിറോസിനെ നമ്മൾ വിജയിപ്പിക്കണം. കൊടുവള്ളി മണ്ഡലത്തിൽ ഇനിയൊരു സ്വതന്ത്രരും വന്ന് ബലിവേശുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. ഞാനടക്കം രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് 2 സ്ഥാനാർത്ഥികളാണ് പ്രധാനമായിട്ടും വിജയിക്കേണ്ടത്. ഒന്ന് കൊടുവള്ളി നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന PK ഫിറോസും, കുന്നമംഗലം നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന MA റസാഖ് മാഷും. ഇവർ 2 പേരെയും വിജയിപ്പിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ മീഡിയകൾ എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന്. 4 മണിക്ക് പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ആദ്യമായിട്ട് അടിവരട്ട് എഴുതി വെക്കൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർഗത്തിലെത്തി എന്നുള്ളത് ആദ്യത്തെ കണ്ണെങ്കിൽ വന്നോട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, വർഗീയതക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു ഇടതുപക്ഷമായി നമ്മുടെ സംസ്ഥാനത്ത് മാറിയിരിക്കുകയാണ്. മതനിരപേക്ഷത നഷ്ടപ്പെട്ടു പോയ ഒരു സംവിധാനത്തിലാണ് ഇടതുപക്ഷം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കളവും അഴിമതിയും വഞ്ചനയും ചതിയും കൈമുതലാക്കിയാണ് അവർ ഈ സംസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെയും ചതിച്ചിട്ടുണ്ട്. 2016 എന്നെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുപോയിട്ടാണ് താലി കെട്ടിക്കുന്നത്. ഞാൻ എളമര കെവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാക കണ്ടു. ഞാൻ നെഞ്ഞത്തടിച്ച് പറഞ്ഞു, എൻ്റെ പതാക ഞാൻ എന്നെ വിട്ടുപോവുകയാണോ എന്ന്. ഇന്ന് ഞാൻ ഉറക്കെ പറയുന്നു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വികസനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് മികച്ച വികസന പ്രവർത്തനങ്ങൾ നടത്തി സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചുറുചുറുക്കുള്ളൊരു ചെറുപ്പക്കാരൻ, എൻ്റെ കൊച്ചനുജൻ എന്ന് തന്നെ പറയാം, PK ഫിറോസാണ് ഇവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറക്കമില്ലാത്ത രാവും പകലുമാണ് ഇനി നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത്. അരയും തലയും മുറുക്കി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണം. ഞാനും ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പ് നൽകുകയാണ്. കൊടുവള്ളി സിറാജ് ഫ്ലൈഓവർ, തുരങ്കപാത അല്ലെങ്കിൽ ടണൽ പദ്ധതി, ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് 55 കോടി രൂപയാണ് ഞാൻ കിഫ്ബിയിൽ നിന്ന് കൊണ്ടുവന്നത്. അത് തുരങ്കം വെച്ചവരാണ് ഇടതുപക്ഷക്കാർ.
കുന്നമംഗലം നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PT റഹീമും കൂട്ടരുമാണ് സ്വന്തം ഭൂമികൾ നഷ്ടപ്പെടുമെന്ന് തോന്നിയിട്ട് അതിനെ മന്ത്രി റിയാസിനെ കൊണ്ട് അട്ടിമറിപ്പിച്ചുള്ളത്. ഞാൻ ആ കാര്യം ഉന്നയിച്ച് ബന്ധപ്പെട്ടവർക്ക് കത്ത് നൽകിയിരുന്നു. അന്ന് കത്ത് നൽകിയപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്ന്. ആ നിലപാട് ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞ നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കനത്ത തിരിച്ചടി നൽകേണ്ടി വരുമെന്ന്. ഈ സഹയാത്രി സ്ഥാനം തുടരാൻ ഞാൻ ആഗ്രഹിക്കില്ല എന്ന്. ആ വികസനങ്ങളും മറ്റ് കാര്യങ്ങളും അട്ടിമറിച്ചത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാരാട്ട് റസാഖ് ഇടതുപക്ഷത്തിൻ്റെ വലിയ വില്ലനായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ തുറന്നാൽ ബാപ്പനെയും വല്യാപ്പനെയും പറയുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്, കാരണം ബാപ്പനെയും വല്യാപ്പനെയും ഒക്കെ ഓർക്കാൻ കഴിയല്ലോ. പിന്നെ പല ഭാഗത്തും പടകം പൊട്ടിച്ച് ആഘോഷിക്കുകയാണ്. ഞാൻ പോയതിന് എന്തൊരു ഗതികേടാണ്. ഇന്നലെ വരെ പൊട്ടിക്കാത്തത് ഇന്ന് പൊട്ടിക്കുക. എനിക്കറിയാം 51 വെട്ട് നിങ്ങൾ വെട്ടുമെന്ന്. 52 വെട്ട് വെട്ടുമ്പോൾ 52ാമത്തെ വെട്ടിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ആ എഴുന്നേൽപ്പിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മറ്റ് ഘടകകക്ഷിയുടെയും പ്രവർത്തകന്മാരും നേതാക്കന്മാരും ആയിരിക്കും. ആ ബലം ഈ മണ്ണിലുള്ള കാലത്തോളം ആരുടെ മുമ്പിലും പണയം വെക്കില്ല എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കേണ്ടത്. പേടിപ്പിച്ച് വരട്ടണ്ട, ഒരുപാട് പേടിപ്പിച്ച് വരേണ്ടവനാണ് ഞാൻ. തല്ലും കൊല്ലും കൊടുത്തും പഠിച്ചവൻ തന്നെയാണ്. ഇപ്പോൾ ആരോഗ്യ ചെറിയ പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ഓലപ്പാമ്പ് കാണിച്ചൊന്നും പേടിപ്പിക്കേണ്ട, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, PK ഫിറോസിനെ 40,000-ൽ പരം ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഏറ്റവും നല്ല ഭൂരിപക്ഷമുള്ള ഒരു വിജയമാക്കി മാറ്റാൻ നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. അതേപോലെ ബഹുമാന്യനായ എൻ്റെ പ്രിയപ്പെട്ട നേതാവ് MA റസാഖ് മാഷ്, എനിക്കൊരു സങ്കടമുണ്ട്. ആ സങ്കടം തീർക്കണമെങ്കിൽ നമ്മളും കുന്നമംഗലത്തുകാരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. എന്നിട്ട് ആ സങ്കടം തീർക്കണം. നമുക്ക് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്. ആ തെറ്റിൽ ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിന് MA റസാഖ് മാഷയും വിജയിപ്പിക്കണം. കൊടുവള്ളിക്കാരനെ മൂലയിലിരുത്താൻ നമുക്ക് സാധിക്കണം. അത് കണ്ട് മാത്രമേ മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്നീ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്.